മൈ ബ്യൂട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു നാടൻ ഫിഷ് കറി എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഫിഷ് കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു തരത്തിലുള്ള ഫിഷ് മസാലയും ചേർത്തിട്ടില്ല. അതുമാത്രമല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ അധികം സംസാരിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഫിഷ് കറി ഉണ്ടാക്കാനായിട്ട് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ആവോലി എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സ്രാവ് ഒഴികെ നമുക്ക് ഏത് ഫിഷും ഈ രീതിയിൽ വെക്കാം. സ്രാവ് വെക്കുമ്പോൾ വറുത്തരച്ച് വെക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ഏത് മീൻ വെച്ചിട്ടാണോ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മീൻകറിയുടെ ടേസ്റ്റിനും വ്യത്യാസം വരും. അങ്ങനെ നമ്മളുടെ മീൻ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതി നാളികേരം ചിരകിയത്, പിന്നെ ഒരു 8-9 ഉള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പിലൊക്കെ ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം. മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി അടുത്തതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ചേർത്തിട്ടുള്ളത് 1/2 ഗ്ലാസ് വെള്ളമാണ്. വളരെ കുറച്ച് മാത്രം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല, നല്ല ഫൈനായിരിക്കണം. നമ്മൾ വെണ്ണയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവണം അതുപോലെ ആയിരിക്കണം നമ്മളുടെ അരപ്പ് ഉണ്ടാവേണ്ടത്. ഇനി ഈ അരപ്പ് എടുത്തിട്ട് നമുക്ക് മീൻകറി വെക്കുന്ന ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ അരപ്പ് അരയ്ക്കാനായിട്ട് എടുത്ത ജാറില്ല, അതിലേക്ക് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുടപ്പുളി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മീഡിയം സൈസ് പീസ് കുടപ്പുളിയാണ് ചേർക്കുന്നത്. കുടപ്പുളി ചേർക്കുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മണ്ണും പൊടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ചേർക്കാനായിട്ട്. പിന്നെ നമ്മളുടെ മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പും മുളക് പൊടിയും ഒക്കെ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പും മുളകൊക്കെ കറിയിൽ കറക്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമാണ് ആ മീനിലേക്കും ഈ ഉപ്പും എരിവൊക്കെ പിടിക്കുകയുള്ളൂ. നമ്മളുടെ മീൻകറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ 2 പുളി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഒരെണ്ണം ഞാൻ മാറ്റാണ്. കാരണം അത്യാവശ്യം പുളി ഇപ്പോൾ ആയിട്ടുണ്ട് കറിക്ക്, അതുകൊണ്ട് ഒരു പീസ് മാറ്റാണ്. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് ഇനി മീൻ ചേർക്കാൻ പോകുന്നത്. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും തവിയോ കയ്യിലോ ഇട്ടിട്ട് ഈ മീൻകറി ഇളക്കാൻ പാടില്ല. ഇതുപോലെ സൈഡിൽ, ചട്ടിയുടെ സൈഡിൽ 2 കൈ കൊണ്ടും പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം കയ്യിലിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മീനിൻ്റെ പീസൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, അപ്പോൾ ഇടയ്ക്ക് ചട്ടിയുടെ സൈഡിൽ പിടിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ചേർത്ത് കൊടുത്ത മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡിയായി. അടുപ്പിൽ നിന്ന് നമുക്കിത് മാറ്റി വയ്ക്കാം. മാറ്റുന്നതിന് മുന്നേ നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ്, മുളക്, പുളി, ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളുടെ മീൻകറി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്കിനി കറി കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞ ഉള്ളി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കറിക്ക് കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് മീൻകറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം, ഞാൻ പറയാൻ വിട്ടുപോയി. കറിവേപ്പിലയും കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ മീൻകറിക്ക് നല്ലൊരു നാടൻ ഫ്ലേവർ കിട്ടും.
അങ്ങനെ നമ്മളുടെ നാടൻ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു തരത്തിലുള്ള മസാലയും നമ്മൾ ചേർത്തിട്ടില്ല. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.